ലോങ് ഓണിലേക്ക് ബൗണ്ടറി അടിച്ചതിനു ശേഷം അയാൾ ഹെൽമറ്റും ഊരിക്കളഞ്ഞു. അയാൾ പിച്ചിന്റെ നടുവിൽ കുത്തി നിന്നു. എന്നിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കുരിശു വരച്ചിട്ട് അയാൾ ആകാശത്തേക്ക് നോക്കി. അയാൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് അയാൾ പറഞ്ഞു, ഇന്നെങ്കിലും എനിക്കൊന്ന് ശ്വാസം വിടാൻ തന്നതിന് നന്ദി എന്ന്. മത്സരത്തിന് ശേഷം അയാൾ പറഞ്ഞത്, എനിക്ക് ഇന്നിങ്സ് ലോകം എനിക്ക് കിട്ടിയതിന് സമാനമാണ് എന്നുള്ളതാണ്. അയാൾക്ക് ലോകം മാത്രമല്ല കിട്ടിയത്, എല്ലാ ജനങ്ങളുടെയും ഇഷ്ടവും സ്നേഹവും പ്രാർത്ഥനയും അയാൾക്കൊപ്പം കിട്ടി. വി ആർ ടോക്കിംഗ് അബൌട്ട് സഞ്ജു വിശ്വനാഥൻ സാംസൺ. അതിനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം 195 എന്ന പട്ടുകൂറ്റൻ ടോട്ടൽ അടിച്ചു നേറിയ വിൻഡീസ് ജയം ഒരു നിമിഷമെങ്കിലും മണത്തിട്ടുണ്ടാവും. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ വിക്കറ്റുകൾ തുരുതുരാ പൊക്കൊണ്ടിരുന്നു. അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഈശാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, എല്ലാ വമ്പന്മാരും പോയി. ആ പോയ ഘട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് പാറ പോലെ നിൽക്കുകയായിരുന്നു സഞ്ജു. പറയുന്നതിനകത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിന്റെ ചേട്ടൻ കോട്ട്നെ വോൾസ് അല്ല, നിന്റെ അപ്പൂപ്പൻ കേർലി ആംബ്രോസ് വന്നാൽ പോലും ഈ ഗാർഡിൽ നിന്നും ഒരു ഇഞ്ച് ഞാൻ മാറില്ല, പറ്റുമെങ്കിൽ നീയൊക്കെ എൻ്റെ വിക്കറ്റ് എടുക്കുന്നതായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. സഞ്ജു സാംസൺ ഇന്നലെ കളിച്ചത് വെറും ഒരു ഇന്നിങ്സ് മാത്രമായിരുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അയാൾക്ക് എന്തും പറ്റും, എന്നെ തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് തന്നെ ഞാൻ കൈയടിപ്പിക്കും, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മത്സരം. ഒരു ഹാർഡ് ഹിറ്റിംഗ് സഞ്ജു സാംസണെ അല്ല നമ്മൾ കണ്ടത്. തൊട്ടാൽ സിക്സ്, അടിച്ചാൽ സിക്സ്, തൂക്കിപ്പറക്കിയാൽ സിക്സ് എന്ന സഞ്ജു അല്ല നമ്മൾ കണ്ടത്. വളരെ കമ്പോസ്ഡ്, വളരെ കാം. അയാളുടെ ലക്ഷ്യം എന്താണെന്ന് അയാൾക്കറിയാം. 195 റൺസ് വേണം, നിസ്സാരമല്ല കാര്യം. അതുകൊണ്ട് ഞാൻ നിന്ന് കളിച്ചാൽ മാത്രമേ എൻ്റെ ടീമിനെ എനിക്ക് കരയ്ക്കകത്ത് കയറ്റിക്കാൻ പറ്റൂ എന്നുള്ള സഞ്ജു സാംസന്റെ വിശ്വാസവും കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടത്. അയാൾ അതനുസരിച്ച് തന്നെയാണ് കളിച്ചത്. ആക്രമിച്ച് കളിക്കാനുള്ള ഇൻറ്റൻറ്റ് അയാളുടെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അയാൾ ബൗണ്ടറികൾ അടിക്കുകയും ചെയ്തു. 4 സിക്സുകളാണ് അയാളുടെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം അക്കീൽ ഹുസൈനെതിരെയാണ്. ഏത് അക്കീൽ ഹുസൈൻ? ഈ അക്കീൽ ഹുസൈൻ ആരാണ്? വെസ്റ്റ് ഇൻഡീസ് ഇറക്കുമതി ചെയ്ത താരമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അക്കീൽ ഹുസൈന് സ്ഥാനമില്ലായിരുന്നു. ഈ മത്സരത്തിൽ അക്കീലിനെ കൊണ്ടുവന്നത് അവരുടെ ഓപ്പണറായ ബ്രാൻഡൻ കിങ്ങിന് പകരമാണ്. ആ ബ്രാൻഡൻ കിങ്ങിനെ മാറ്റി അക്കീലിനെ കൊണ്ടുവരാനുള്ള ഒരേ ഒരു കാരണം സഞ്ജുവിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് അക്കീൽ സഞ്ജു സാംസണെതിരെ കളിച്ചപ്പോഴോ 2 സിക്സ് 1 4. സഞ്ജുവിന് ആകെ മൊത്തം ഇന്നിങ്സിൽ 4 സിക്സ്, അതിൽ 2 എണ്ണം അടിച്ചത് ആ ഓവറിലാണ് നമുക്ക് അഭിഷേക് ശർമ്മയും നഷ്ടമാവുന്നത്. പക്ഷെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് കണ്ട് എനിക്ക് കൊതി വന്നു. എല്ലാവരും ആ സിക്സ് പറയും, എല്ലാവരും ഈ സിക്സ് പറയും. പക്ഷെ അണ്ണൻ പോയിന്റിലൂടെ തണ്ണിമത്തൻ അറുത്ത് വിടുന്ന പോലെ ഒരു ഷോട്ട് അടിച്ചു. കവേഴ്സിലൂടെ സച്ചിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊരു കവർ ഡ്രൈവ് അടിച്ചു. അടപ്പാപ്പ, എന്നാ ബൗണ്ടറി അത്, എന്നാ ഷോട്ട് അത്. അതായിരുന്നു എൻ്റെ കണ്ണിൽ ദ ഷോട്ട് ഓഫ് ദി ഇന്നിങ്സ്. ഞാൻ കൈ ഉയർത്തി പറയാം, ഷോട്ട് ഓഫ് ദി ഇന്നിങ്സ്. എന്നാ അടി, എന്നാ ഷോട്ട്, എന്നാ എലഗൻസ്. പവറല്ല, ടൈമിംഗ് ആയിരുന്നു ആ ഷോട്ടിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിങ്സ് പേസ് ചെയ്ത് പോകുമ്പോൾ 50 അടിച്ച സഞ്ജു സാംസണും അപ്പോൾ ഒരു കുരിശ് വരച്ചായിരുന്നു. അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ ആരാ? സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ നിൽക്കുക. ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെറുതായിട്ടൊന്ന് ബാറ്റ് പൊക്കിയിട്ട്, പേടിക്കണ്ട, ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏറ്റവും രസകരമായി തോന്നിയത്, ഈ 50 അടിച്ചതിന് ശേഷം സഞ്ജു ഒന്നുകൂടി തൻ്റെ ഗാർഡ് എടുത്തു. ഒന്നുകൂടി ആ ഗാർഡ് വരച്ച് ഉറപ്പിച്ചു. അതായത് സാധാരണ 50 അടിക്കുമ്പോഴേക്കും നമ്മൾ സെറ്റായി കഴിഞ്ഞു, നമുക്ക് എവിടെ നിന്നാലും കുഴപ്പമില്ല, നമ്മൾ ബൗളേഴ്സിനെ ടോയ് ചെയ്യാം, അതായത് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് അടിക്കാം, സ്വിച്ചിട്ട് അടിക്കുക എന്നൊക്കെ പ്രതീക്ഷിച്ച് സഞ്ജു അങ്ങനെയല്ല കളിച്ചത്. സഞ്ജു ഗാർഡ് ഒന്നുകൂടെ വരച്ച് താൻ ഇപ്പോഴും 0 റണ്ണിൽ നിൽക്കാൻ പോവാണ്. താൻ പുതുതായിട്ട് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബാറ്റർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയാണ് സഞ്ജു 50 അടിച്ചതിന് ശേഷം കളിച്ചത്. അതായത് സഞ്ജു പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഈ 50 കൊണ്ടൊന്നും പോരാ, ഞാൻ ഫോമിലായിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ ടീമിനെ ജയിപ്പിക്കണം, അതായത് എനിക്ക് അവസാനം വരെ നിൽക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ടീമിനെ ജയിപ്പിക്കാൻ പറ്റൂ എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത്. കാരണം അയാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ജയിപ്പിക്കാൻ പറ്റും. അതിപ്പോൾ 195 അല്ല, നിങ്ങൾ 255 ടോട്ടൽ എടുത്തിട്ട് T20 ഗെയിമിൽ സഞ്ജു ഇത്രയും ഫോമിൽ നിൽക്കുകയാണെങ്കിൽ കൊണ്ട് വെച്ച് നോക്കിക്കേ, അയാൾ അടിച്ചിരിക്കും, അയാൾ ജയിപ്പിച്ചിരിക്കും. ചരിത്രമുണ്ട് മുന്നിൽ, കണക്കുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് അമ്മാതിരി വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നതായിരുന്നു സഞ്ജു ആ ഇന്നിങ്സ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടി വരും. മത്സരത്തിന് ശേഷം അയാളുടെ ഭാര്യ വീഡിയോ കോൾ ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ICCയുടെ മുന്നിലിരുന്ന് സംസാരിച്ചതായിക്കോട്ടെ, മാൻ ഓഫ് ദ മാച്ച് ജയിച്ചതായിക്കോട്ടെ, എല്ലാം സ്വപ്നതുല്യമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഇന്നിങ്സ്. എല്ലാവരുടെയും ഹൈഫൈസും ഷെയ്ക്ക് ഹാൻഡും വാങ്ങിച്ചിട്ട് അയാൾ തിരിച്ച് ഡ്രസ്സിംഗ് റൂമിൽ പോയപ്പോഴും അയാൾ വീണ്ടും പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി നിന്ന് തന്നെ പ്രാർത്ഥിച്ചു. വീണ്ടും അയാൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് അയാൾ പ്രാർത്ഥിച്ചു, ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു, എനിക്ക് വീണ്ടും അവസരം തന്നതിന് നന്ദി എന്നത്. ആ ഇന്നിങ്സിലുണ്ടല്ലോ പൊന്നും വിലയുണ്ട്. ഇന്ത്യയുടെ ചേസിംഗ് കരിയറിൽ, ഇന്ത്യയുടെ ചേസിംഗിൽ എടുത്തു നോക്കിയാൽ ഐ വുഡ് സേ T20s
ടോപ്പ് 5 പ്ലേസ് ഇറ്റ് ഓൺ ടോപ്പ് എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കാം. വിരാട് കോഹ്ലിയുടെ കഴിഞ്ഞ 3 ഇന്നിങ്സുകളെയും കുറച്ച് കാണിക്കുന്നതല്ല. ഇന്ത്യ 150 മുകളിൽ ചേസ് ചെയ്തിട്ടുള്ളത് 3 വട്ടമാണ്. ആ 3 വട്ടവും വിരാട് കോഹ്ലി ആയിരുന്നു നായകൻ. 3 വട്ടവും ആ മാച്ചിലെ നായകൻ വിരാട് കോഹ്ലി ആയിരുന്നു. അതല്ലാതെ ഒരു മനുഷ്യനുണ്ടാവുമോ എന്ന് ചിന്തിച്ചെടുത്ത് നിൽക്കുന്നതാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വരുന്നത്. കഴിഞ്ഞ മത്സരം വാസ് ഓൾ അബൌട്ട് സഞ്ജു സാംസൺ. അതായത് ഒരു മനുഷ്യൻ മാത്രമായിട്ടൊരു ടീമിനെ ജയിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സിംഗിൾ ഹാൻഡഡ്ലി. ക്രിക്കറ്റ് ഇസ് എ ടീം സ്പോർട്ട്. 11 പേരുടെയും സ്പോർട്ടാണ്. പക്ഷേ ആ 10 പേരും തിളങ്ങാതിരുന്നപ്പോൾ ഞാൻ മാത്രം മതി എൻ്റെ ടീമിനെ കരയ്ക്ക് എത്തിക്കാൻ എന്ന് വിശ്വസിപ്പിച്ച മനുഷ്യൻ 20 ഓവർ ആദ്യം കീപ്പ് ചെയ്ത് നിന്നു. അതിനുശേഷം 19.2 ഓവർ ബാറ്റ് ചെയ്യുക. നിസ്സാരപ്പെട്ട പരിപാടി. ഒരു മത്സരത്തിൻ്റെ ഓരോ പന്തിലുമായി ഗ്രൗണ്ടിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ഇറ്റ് സീംസ് സോ റിയൽ, ഇറ്റ് സീംസ് സറിയൽ, ഇറ്റ് സീംസ് എ ജെം. അയാൾ എല്ലാ പന്തിലും ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അയാൾ ആദ്യം കീപ്പിംഗ് ക്ലോസിൽ 20 ഓവർ നിന്നു. അതിനുശേഷം ബാറ്റിങ്ങിൽ 19.2 ഓവറും കളിച്ചു. അയാൾ നോട്ട് ഔട്ടാണ്. 50 പന്തിൽ നിന്ന് 97 റൺസ്. ലാസ്റ്റ് ഓവറിൽ 7 റൺ മാത്രം മതി ജയിക്കാൻ. അയാൾ ആദ്യം ചെയ്തതെന്താണെന്നറിയോ? ആദ്യ പന്തിൽ മിഡ് വിക്കറ്റിലൂടെ 6 അടിച്ച് എതിരാളിക്ക് ചെറുതായിട്ടെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ട് ജയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അടിച്ച് മണ്ണിലിടുക എന്നുള്ളതായിരുന്നു. ആദ്യത്തെ പന്തിൽ തന്നെ 6 അടിച്ചപ്പോഴേക്കും ആ ഷായ് ഹോപ്പിൻ്റെ ഒരു ദീർഘശ്വാസമുണ്ട്. ഈ കളി പോയി എന്നുള്ള ഒരു ദീർഘശ്വാസം. അത് കഴിഞ്ഞിട്ട് എല്ലാ ഫീൽഡേഴ്സിനകത്തിട്ടേക്കാണ് സിംഗിൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ഓണിലൂടെ ഒരു 4 അടിച്ചു. ആ പിച്ച് ചെയ്യുന്നത് 30 യാർഡ് സർക്കിളിന് വെളിയിൽ പിച്ച് ചെയ്ത് ബൗണ്ടറിയിലോട്ട് പോയപ്പോഴേക്കുമാണ് നമ്മൾ കാണുന്ന ഐക്കോണിക് സെലിബ്രേഷൻ വരുന്നത്. പല സെലിബ്രേഷൻസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, വിശകലനം ചെയ്തിട്ടുണ്ട്. മാത്യു ഹെയ്ഡൻ്റെ, ജോ റൂട്ടിൻ്റെ ബാക്ക് ഡ്രോപ്പ് സെലിബ്രേഷൻ, എന്തോ ഒരു വിരാട് കോഹ്ലിയുടെ അഗ്രഷൻ, രോഹിത് ശർമ്മയുടെ കിസ് ടുവേർഡ്സ് ദി സ്റ്റാൻഡ്സ്, എന്തൊക്കെ സെലിബ്രേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ സെലിബ്രേഷൻ അത് ഒരു റീബേർത്താണ്. അതൊരു റീബേർത്തിൻ്റെ സെലിബ്രേഷനാണ്. എനിക്ക് വീണ്ടും ഒരു ജീവിതം തന്നതിന് നന്ദി എന്നുള്ള അതാണ് ആ സെലിബ്രേഷൻ. ഇനി സാധാരണയായി അടുത്ത 10 മത്സരങ്ങൾ ഇന്ത്യയുടെ T20 ലോകകപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സഞ്ജു കളിക്കുമോ, നെറ്റ്സിൽ സഞ്ജുവിനെ കണ്ടില്ല, അപ്പോൾ സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്യുമോ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്. ഒരു മണ്ണും തേവയില്ലേ. ഇനി അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആ സ്പോട്ട് അയാൾ ആണി അടിച്ച് അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ സ്പോട്ട് തപ്പിപ്പിടിച്ചോ വന്നിട്ടോ ഒരുത്തരും കാര്യമില്ല. അയാളത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നീക്ക് ഇങ്ങനെ വേണോ ബാറ്റിംഗ് ഓർഡർ മാറ്റിക്കോ, ഞാൻ അവിടെ ഉണ്ടാവും എന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അത് തന്നെയാണ് ഓരോ ക്രിക്കറ്റ് ആരാധകൻ്റെയും മനസ്സിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.